കുറേ പേര് ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് വീഡിയോ ചോദിച്ചു. അപ്പം കുറച്ച് തിരക്കായിരുന്നു. വീഡിയോ കണ്ടവർക്കും കമൻറ്റ് ചെയ്തവർക്കും എല്ലാവർക്കും ഒത്തിരി നന്ദി. അപ്പോൾ ഫസ്റ്റ് വീഡിയോ കണ്ടിട്ടില്ലാത്തവർ ആ വീഡിയോയും കൂടെ ഒന്ന് കാണണേ. അപ്പോൾ ഈ വീഡിയോയ്ക്കകത്ത് അതിൻ്റെ അകത്ത് പറഞ്ഞ പോലെ ഈ ബോട്ടിൽ ഞാൻ താഴോട്ട് കൊണ്ടുപോയിട്ട് താഴെ വെച്ച് ഇതിൻ്റെ അകത്ത് എയർ നിറച്ചിട്ട് മേലെ വരുമ്പം ഈ ബോട്ടിലുണ്ടാകുന്ന മാറ്റം ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഓൾറെഡി ആ ബോട്ടിൽ കംപ്രസ്സാണ്, അതായത് അതിൻ്റെ അകത്തുള്ള എയർ കംപ്രസ്സാണ്. അപ്പം അതിൻ്റെ മൂടി തുറന്നിട്ട് ഞാൻ അതിൻ്റെ അകത്തോട്ട് കുറച്ച് എയറും കൂടെ ആഡ് ചെയ്യുക. അങ്ങനെ എയർ നിറയ്ക്കുമ്പോഴത്തേനും ആ ബോട്ടിൽ അതിൻ്റെ പഴയ ഷേപ്പിലോട്ട് തിരിച്ചു വരും. പക്ഷേ ഞാൻ ഈ ആഡ് ചെയ്യുന്ന എയർ ആണെങ്കിലും കംപ്രസ് ആയിട്ടുള്ള എയറാണ്, കാരണം ഞാനും അത്രയും ഡെപ്തിൽ തന്നെയാണ് നിൽക്കുന്നത്. അപ്പോൾ ബോട്ടിൽ ഒരുമാതിരി അതിൻ്റെ ആ ഒരു ഷേപ്പിലോട്ട് വന്നിട്ടുണ്ട്. ഇനി ഈ മൂടി തുറന്ന് വെച്ചിട്ട് ആ കംപ്രസ് ആയിരിക്കുന്ന എയർ എക്സ്പാൻഡ് ആവത്തില്ല. അപ്പോൾ മൂടിയെല്ലാം അടച്ച് നമുക്ക് മേളിലോട്ട് പോകും. അപ്പോൾ നമ്മുടെ ബോട്ടിൽ ഒരുമാതിരി ഷേപ്പിലൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ചെറിയ ചുളുക്കമുണ്ട്, എന്നാലും ചെറുതായിട്ട് ഞാൻ മണ്ടയ്ക്കോട്ട് കയറുമ്പോൾ തന്നെ ആ ബോട്ടിൻ്റെ ആ ഒരു ചുളുക്കം, അതിൻ്റെ അകത്ത് ആ ഒരു എയർ എക്സ്പാൻഡ് ആവുന്നതനുസരിച്ച് ആ ഒരു ചുളുക്കം മാറുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഫസ്റ്റ് വീഡിയോയിൽ കാണിച്ച പോലെ തന്നെ ഒരു 5 മീറ്റർ ഡെപ്തിൽ തന്നെയാണ് ഞാൻ ഈ നിൽക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ചിന്തിക്കാം 5 മീറ്ററല്ലേ ഉള്ളൂ, പെട്ടെന്ന് മണ്ടയ്ക്കോട്ട് പൊക്കൂടെ, പെട്ടെന്ന് താഴെ വന്നൂടെ, ഈസി ആയിട്ട് പെട്ടെന്ന് നിങ്ങൾ തീർത്തൂടെയെന്ന്. അങ്ങനെ പറ്റത്തില്ല. ഈ ബോട്ടിലിൻ്റെ അകത്ത് ഇപ്പോൾ എന്തുവാ സംഭവിക്കുന്നത്, അതുപോലെ തന്നെ നമ്മുടെ ബോഡിയിലും കുറച്ച് എയർ സ്പേസ് ഉണ്ട്. അപ്പം നമ്മൾ താഴോട്ട് പെട്ടെന്ന് പോകുന്നതനുസരിച്ചും മേലോട്ട് വരുന്നതനുസരിച്ചും നമ്മുടെ ബോഡിയിലും ഈ ഒരു പ്രോസസ്സ് തന്നെയാണ് നടക്കുന്നത്. അപ്പോൾ ഏകദേശം നമ്മളങ്ങനെ മേലെ എത്തി. താഴെ വെച്ച് എയർ നിറച്ചപ്പോൾ ഉള്ള ആ ഒരു കുപ്പിയുടെ ഷേപ്പും ഇപ്പം മേലെ വന്നപ്പോൾ ഉള്ള ആ ഒരു കുപ്പിയുടെ ഷേപ്പും നിങ്ങൾക്കത് കണ്ടാൽ മനസ്സിലാവും. അതിൻ്റെ അകത്ത് ആ ഒരു എയർ എന്തോ ഒരു എക്സ്പാൻഡ് ആയി നിൽക്കുവാണെന്ന്. ഞാൻ ഈ കുപ്പി തുറക്കുന്ന കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിൻ്റെ അകത്ത് എയർ എന്തോ ഒരു എക്സ്പാൻഡ് ആയി നിൽക്കുമായിരുന്നെന്ന്.